ജോസ്. ഉണ്ണിയമ്മേ, കുമ്പടി വന്നു. എന്തായാലും ജാൻമണിയുടെ കുറച്ച് ശാപങ്ങൾ നമുക്ക് കാണാം. ഞാൻ 2 ടൈം വിറ്റ് ഇപ്പൊ എന്നെ കൂടെ വന്നിട്ടില്ല. അവന്റെ സെറ്റപ്പ സാധനം ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ സെറ്റാക്കും. ലോകത്ത് ഇങ്ങനെ ഒരു ഭാഷ ഉണ്ടോ? കാണുമായിരിക്കും. ഇത് ഏത് ഭാഷ? അത് പറ, ഞാൻ പറയാ. ഇത് മലയാളം അല്ല. മണ്ടത്തെ ആ ആറ്റിറ്റ്യൂഡ് എന്റെ കാലിന്റെ താഴെ വന്നിട്ട് മാത്രം ഞാൻ ഭക്ഷണത്തിന്റെ കൈ പറയുന്നു. അത്രേ ഉള്ളൂ. പറഞ്ഞിട്ട് ഇതെന്ത് ഭാഷ? കച്ചറ. അവളാരോ വരട്ടുന്ന സഹിക്കുന്നതിന്റെ അതിലുണ്ട്. അവളുടെ നാക്ക് വിജയം ദൂരക്കളെ കേട്ടോ. അവളാരോ സീരിയ മീഡിയയുടെ മുന്നേ ഇങ്ങനെ കീരും നോക്കിക്കോ ചേച്ചി. ജീവിതം പോലെ ഞാൻ നശിപ്പിച്ച് കളമി ജാൻമണി ദാസ് உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப. இன்னைக்கு துர்காஷ்டமி. உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. എന്റെ ഈ മനസ്സിലെ കിത്തനം എനിക്ക് അത്ര ദിവസമായിട്ട് എന്റെ ഉള്ളിലേക്ക് ഉണ്ടോ. ഇതാണ് ഭാഷ. ഉഗാണ്ടയിലുള്ള ഏതോ ഗോത്ര ഭാഷയാണെന്നാണ് എന്റെ സംശയം. ഉണ്ടാവില്ല ഈ ജീവിതത്തിൽ. മന്ത്രവാദി ചതിക്കല്ലേ. ഇത്ര ചീപ്പാണോ നീ? ഇത്ര വൃത്തികെട്ട മനസ്സാണ് നിനക്ക്? ഇത് രോഗമൊന്നുമല്ല, ബാധ തന്നെയാ. ദഹനക്കാരൻ സ്വാമിയുടെ ബാധയാ കൂടിയിരിക്കണേ. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചളിക്കാരിയാ. ദേഹമാസകലം പുണ്ണ് പിടിച്ച് പഴുത്ത് പുഴുത്ത് ദ്രവിച്ചിട്ടാവും. കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പിലിട പുല്ലേ. അവന്റെ സബ്ജിവാസിന് വേണ്ടി പറഞ്ഞേ. How can he say to me that? ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കണത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. തുണി തിരിക്കോ. വല്ല മനസ്സിലായോ? ഇല്ല. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളൊന്നും വേണ്ട പോണ്ട, നമുക്ക് കടലിൽ തിരയണിരിക്കാം. ജാനു കൺട്രോൾ. ഞാൻ ഫേക്ക് അല്ല. എനിക്ക് ഫേക്ക് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ലാത്ത കാര്യം. എന്താണ് അവള് പറഞ്ഞത്? അതിന്റെ പോലെ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്ന അയാൾ ചോദിച്ചാ എന്റെ വായിലിരിക്കണമെല്ലാം കേട്ടിട്ട് കാര്യമുണ്ടോ? തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയി. പുതിയതായി മൃഗശാലയിൽ എത്തിച്ച ഹനുമാൻ കുരങ്ങാണ് ചാടിപ്പോയത്. അക്രമ സ്വഭാവമുള്ളതിനാൽ മൃഗശാല അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞാൻ ബിസിനസ് ക്ലാസ്സിലെ ഫ്ലൈ ചെയ്യുന്ന ഓരോ ആളാണ് 2006 മോഡല്. അതിനോട് പ്രസക്തിയില്ല. ഒരു പ്രത്യേക ജീവിതല്ലേ. ഞാനൊരു തട്ടിമുട്ടി റോഡിലെ ഇരിക്കുന്ന ആളല്ല. എന്റെ കൂടെ ആളോ ആയിക്കോട്ടെ ഇവിടെ സംസാരിക്കണമെങ്കിൽ മര്യാദക്ക് സംസാരിക്കണം. എന്റെ ഓരോ ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിന്റെ താഴെ പോയിട്ട് ആളെ സംസാരിക്കല് ഞാൻ ഓരോക്കിലും വിടില്ല. ഈ പ്രാർത്ഥനകൾ എന്നും എന്റെ കൂടെ ഉണ്ടാവണം. ആണോ? 50 രൂപ ഇപ്പൊ 100 ആയി. 100 രൂപയ്ക്ക് ഓട്ടോറിക്ഷ എവിടം വരെ പോകുന്നോ അവിടെ കൊണ്ട് കളഞ്ഞേ. തടസ്സങ്ങളെല്ലാം ഞാൻ മാറ്റിത്തരാം. കുറെ സൈഡിലെ പറയാൻ തുടങ്ങിയിട്ട് ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്ന് ഉണ്ടാക്കില്ലേ അവന്മാര്. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. രാവിലെ 8 മണി. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കോറാൻ കെറ്റിലും വെള്ളമില്ല. കിട്ടി, ശരിക്കും കിട്ടി. ഗ്യാസ് എന്ന് പറയുന്നത് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആരാണ് തുറന്നിട്ട് പോയത്? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ജിൻഡോ എന്ത് വേണ ചെയ്തോ.
പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. കോപ്പി അടിക്കുക, ഓരോരുത്തരെ കോപ്പി അടിക്കുക. സ്വന്തമായിട്ട് ഒരു തേങ്ങ ഇല്ല. ഇങ്ങനെ കോപ്പി അടിച്ച് എത്ര ദിവസം വരെ ഇവിടെ പോകുന്ന ആർക്കറിയാ? അൺബിലീവബിൾ. എന്റെ ഈശ്വര, എവിടെ മണം? ഒരു സമയം അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? ഞാനല്ല. സത്യം പറഞ്ഞ ആരാ അത്ര വലിയ ഹോയ് വിട്ടത്? നീയാണോ? അതെ, ഞാനാണ്. മിസ്റ്റർ തരം, വൈകിട്ട് എന്താ കഴിച്ചത്? പരിപ്പും ഉരുളക്കിഴങ്ങും. റിസ്ക് എടുക്കണ്ട. ഇപ്പൊ എന്താ കണ്ട ഒരു ശാന്തത അനുഭവിക്കുന്നുണ്ടോ? ആ, ഇടയ്ക്ക് നോട്ട്. ആഹാ, വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇതാണ് അച്ഛൻ ഉറങ്ങാത്ത വീട്. ചന്ദ്ര, ബാമോനെ ബാ. ചന്ദ്രേട്ടൻ പൊറോട്ടയും ഇറച്ചിയൊക്കെ തിന്നാ ക്ഷീണത്തിൽ അങ്ങനെ ഇരുന്നപ്പോ മയങ്ങിപ്പോയതാണ്. ആണോ? എന്താ ആരാത്? മനപൂർവ്വം വായുവ് ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ഇത് പുതിയായിട്ടാണല്ലോ. ഇങ്ങനെയൊന്നും അറിയില്ല. ഇങ്ങനെ ഫുൾ എന്ത് തേങ്ങയാക്കറിയത്? തേങ്ങ ജിന്നിനെ കുറിച്ച് നൈസായിട്ട് വലിയ വെടി, ചെറിയ വെടി, വെടി വഴിപാടാണല്ലേ? അടിച്ചിട്ടുണ്ട് കുറെ നോക്കിട്ട് കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ ബാ. അനിയ, രണ്ടു കൈ മുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. എന്നിട്ട് നല്ല ശബ്ദം ഞാൻ കേട്ടല്ലേ? എന്തോ ഞാനൊന്നും കേട്ടില്ല. പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. ആക്ച്വലി ഇവളോട് ഇത് കാണിച്ചത് അത്ര വില കൊടുത്താൽ മതി എന്നുള്ള സാധനമാണ്. ഞാനിതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ഏതാണ് ആ ശബ്ദം? അശരീരി. അധ്യാപകൻ കേട്ട അതേ അശരീരി. ഓഹോ, ദുർനിമിത്തത്തിന്റെ അപശബ്ദമേ. ശരിക്കും ചെയ്തേ. ആര്? ജിന്ദോ ചേട്ടൻ. ശരിക്കും ഒരു കാര്യം ചെയ്തിട്ട് ഇതാണ് എന്റെ മറുപടി. അയ്യേ, അതെനിക്കറിയായിരുന്നു. ഈ കേസ് പിടിക്കല്ലേ? നീ അറിയാണ്ട് കുറെ വരും. തലമാരം നോക്ക്. ബാടാ, എല്ലാരും ബാടാ, എല്ലാവർക്കും തരടാ. ഞാനും കണ്ടിട്ടുണ്ട് പുള്ളി ഈ പരിപാടി സ്ഥിരമായിട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ കേട്ടാണ്. അപ്പൊ ഞാൻ വെച്ച് കൂർക്കം വലിക്കുന്നതാണ്. സ്ഥിരാണല്ലേ? ചുറ്റുമുള്ള ശബ്ദങ്ങൾ എന്നെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇതിന്നൊക്കെ ഞാൻ പുറത്തടക്കും. ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. വീണ്ടും ഹൈജീൻ ഹൈജീൻ ഹൈജീൻ. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണത് ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഇവൻ ആരെന്ന് അറിയണ്ടേ? ജാസ്മിൻ ചെരിപ്പിടാറില്ലേ? എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല.
വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ജസ്മിൻ ചെരിപ്പിടാറില്ലേ? എന്താ? സോറി, ഞാനൊരു കോടീശ്വരനാണെങ്കിലും ഇത്തരം വൃത്തികെട്ട ശീലങ്ങളൊന്നും എനിക്കില്ല. ഞാൻ തെറ്റാണോ? തെറ്റാണോ? എന്താ? എനിക്ക് കംഫർട്ട് എന്നുള്ള രീതിയിൽ ഇവിടെ അങ്ങനെ ചെളി അഴുക്കൊന്നും ഇല്ലല്ലോ. പറഞ്ഞു കേട്ടെടുത്തോളം തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായ അവളെ 4 തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഉറക്കം വരില്ലടോ. അയ്യോടാ, അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ. ഇല്ലേ, എനിക്കറിയല്ലേ ബാബാ. എന്നാ വയ്യേ. നമ്മുടെ കംഫർട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഈ ബിഗ് ബോസ് ഹൗസ്. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ എന്നെ മാത്രം എയിം ചെയ്താണ് പറഞ്ഞത്. അങ്ങനല്ല, നിങ്ങൾ മാത്രമേ ചെരിപ്പിടാതെ നടക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിട്ടിട്ട് പീഡിപ്പിക്കല്ലേ. എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റ് ഞാൻ ചെയ്തത്? ഫ്ലാഷ് ബാക്ക്. ഒന്നാമത്തെ കാര്യം ഇവിടെ ഉള്ളവർക്ക് അറിയാം, എനിക്ക് പറയുന്നോണ്ട് ബുദ്ധിമുട്ടില്ല. ഞാൻ ഒന്നിരാടെ കുളിക്കാറുള്ളൂ. മാസത്തിൽ 2 തവണ കുളിച്ചാലേ എനിക്ക് ജലദോഷം വന്നിരും. തന്നെ എനിക്ക് അലർച്ചി. എന്നാ കുറച്ച് വിക്സ് പറ്റിട്ടുവാ. ഇത് ശരിയായ ഒരു ഏർപ്പാടല്ല. അതിന് ശ്രദ്ധിക്കണം. ഓക്കെ. അയ്യേന്നാ. അയ്യോ, ബാക്കിയുള്ളവർക്ക് അത്, നിനക്കത് കുഴപ്പമില്ല, ബാക്കിയുള്ളവർക്ക് ചെറുതായിട്ട് അറപ്പാണത്. ഞാനോ? നോ, ഇംപോസിബിൾ. ഞാൻ കുളിക്കാറില്ല. അല്ല, ഞാൻ അങ്ങനെ കുളിക്കാറില്ല. നല്ല ടേസ്റ്റ്. ആരോടിച്ചെന്റെ ബാക്കിയാണാവോ? എന്ത് ചായയുടെ? അയ്യോ, കുറച്ച് മെഴുകി പോയി. നന്നായിട്ടുണ്ട്. നമ്മളെ കണ്ടുള്ളൂ ടേസ്റ്റ് കൂടിട്ടത്. ആണോ? അവരെ തുപ്പലൊക്കെ തെറിച്ച ചപ്പാത്തിയാണെന്ന് എല്ലാരും തിന്നണ്ടത്. ഇന്നത്തെ ഭക്ഷണം കൊള്ളാം, നല്ല മയമുണ്ട്. എന്റെ അച്ചായ ഇവളുടെ പുട്ടും കടലയും. ഒന്ന് പോ സൗചായ. എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. സത്യമായിട്ട് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ വൃത്തിയായിട്ട പണി ഇവിടെ ചെയ്യരുതെന്ന്? വൃത്തിയായിട്ട പണിയാ എടാ, ഇത് വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട പണിയാ. ഇത് വൃത്തിയായിട്ട പണി, അത് മാത്രം പറയരുത്. തുമ്മലൊക്കെ എല്ലാവർക്കും വരുന്ന കാര്യമാണ്. തുമ്മിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ തുമ്മുമ്പോൾ ആ തുമ്മൽ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആയിരിക്കണം. അപ്പം അറ്റ്ലീസ്റ്റ് ആ പാത്രങ്ങൾ എടുത്ത് കഴുകി തിരിച്ചവിടെ വെക്കാനുള്ള മാന്യത കാണിക്കുക. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഈ കൈ കൊണ്ടാണോ താൻ ഇവിടുത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ടേ വെക്കുന്നത്? ക്ലീൻ ചെയ്തൂടെ? പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. അതിനോടൊക്കെ കൈയുടെ നഖം വെട്ടാൻ പോണു. എനിക്ക് തന്നെ ഭക്ഷണം വേണ്ട. 5-8 ദിവസം ഞാൻ കുളിക്കാത്തതിന് ആർക്കും ഒരു പരാതിയില്ലേ? ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണല്ലോ ഞാൻ കുളിക്കില്ല. കുളിക്കാത്ത ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാൻ കുളിക്കൂല, ഞാൻ ഇതാക്കൂല, ഇവൻ ഞാൻ തുമ്മിട്ട് അത് ഇതാക്കൂല. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. നേട്ടങ്ങളിൽ മാത്രമാണ് നോട്ടം. കീഴടക്കല്ലാണ് ഇവളുടെ സംതൃപ്തി. സൗന്ദര്യമാണ് ഇവളുടെ വജ്രായുധം. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ. മതിലോ എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കുഞ്ഞോവല്ല, നീ ഇത്ര കുഞ്ഞോ വേണോ? ആൾക്കാർ ചെയ്യുന്നതിന്റെ ക്രെഡിറ്റ് എടുത്ത് എടാ, നിന്നെ കൂടെ താമസിപ്പിച്ച അടികൊള്ളുന്ന അവസ്ഥയാണല്ലോ. എടാ, നിന്റെ കളർ പരിപാടി കാരണം നേരത്തെ താമസിച്ച സ്ഥലത്ത് പിടിച്ച് പുറത്താക്കിയത്. പുറത്തെ ആൾക്കാർ മനസ്സിലായ മര്യാദ പോയില്ലല്ലോ. ചുക്കും സംഭവിക്കില്ല. ഒന്ന് പോടാ. എന്താണ്? വേണ്ട വൈരവാ, വേണ്ട, അടങ്ങിക്കോ. മുട്ടും കാലം അടക്കിയാനിരിക്കും. നീ കുഴപ്പമുണ്ടാക്കോടാ. പറയടാ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ. നീ പുറത്ത് തൊട്ടുനോക്കടാ. നീ കുണുവാവേ, നീ പുറത്ത് തൊട്ടുനോക്കടാ. കുണുവാവേ, നീ പുറത്ത് തൊട്ടുനോക്കടാ. കുണുവാവേ, നീ തൊട്ടുനോക്കടാ പുറത്ത്. പൊട്ടിക്കണോ? ആ വഴി പ്രകാരമുള്ള കിട്ടിയേ തീരൂ. ആ വഴി പ്രകാരമാണോ തന്ത വഴി പ്രകാരമാണോ ഞങ്ങൾ തീരുമാനിച്ചോളൂ. നിനക്ക് സ്വന്തമായി തീരുമാനിക്കാനല്ല നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ ഉള്ളത്. ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ. പുറത്ത് തൊട്ടാണല്ല ഇടിച്ചിരിക്കും ഇടിച്ചിരിക്കും. സിജോ ഞാൻ ഇടിച്ചിരിക്കും തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടാ, തല്ലടാ, തല്ലടാ. ഒന്ന് തല്ലി നോക്കടാ. ഞാൻ സുഗതനാണെങ്കിൽ വാങ്ങിക്കോടാ. ഞാൻ പോണ് വിട്ടു.
എന്നെ വിട്, ഞാൻ പോണ്. എനിക്ക് പറ്റൂല, ഇങ്ങനെയുള്ള ആൾക്കാരോട് നിൽക്കാറുണ്ട്, എനിക്ക് പറ്റൂല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. അതൊക്കെ പിന്നീട് തീരുമാനിക്കാം. ചോദിക്കുന്ന ഉത്തരം പറയും. അതിന് താനെന്തിനോടോ കരയുന്നു? അവരുടെ അടുത്ത് പറഞ്ഞു, എന്റെ തുടലൂര്, എന്റെ പുറത്ത് തുടലും അവനാണ് എന്റെ താടിയിൽ പിടിച്ച് ആദ്യം ഇങ്ങനെ ആക്കിയത്. കണ്ടതാണ്, അവനാണ് എന്റെ താടിയിൽ ആദ്യം ഇങ്ങനെ ആക്കിയത്. എന്നോട് ചോദിക്കണം, പോട്. എനിക്ക് റോക്കിയോട് ദേഷ്യമോ പരാതിയോ ഒന്നുമില്ല. ഞാനാണ് നല്ല സുഹൃത്തായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സുഹൃത്തുക്കൾ തമ്മിലുള്ള വഴക്കായിട്ട് മാത്രം ഇതിനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അപ്പുറത്തേക്ക് എനിക്കതിൽ പരാതിയില്ല. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. വെരി നൈസ് ഫെലോ. ഇപ്പോൾ തന്നെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിങ്ങളെ ഇവിടെ നിന്നും പുറത്താക്കുകയാണ്. നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു? കമലാസനം പേർഷ്യന്ന് വരുന്നേ. அச்சமில்லை அச்சமில்லை அச்சம் என்பதில்லையே, இச்சை கொண்ட போரிலெல்லாம் தோற்றுவிட்ட போதிலும் அச்சமில்லை அச்சமில்லை அச்சம் என்பதில்லையே. എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ. പറയുന്ന കേട്ടാ തോന്നും ചേട്ടൻ പോയിട്ട് വർഷങ്ങളായെന്ന്. എന്തായാലും പേർഷ്യക്കാരാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയണല്ലോ. ചെറുശ്ശേരി എഴുതിയല്ലോ. അല്ല സർ, ഞാൻ എഴുതിയതാ. എവിടുന്ന് പിന്നെ ഇൻസ്പിറേഷൻ കിട്ടി നിങ്ങക്ക്? എന്റെ അച്ഛനെ നോക്കി എന്റെ മുത്തച്ഛൻ പറഞ്ഞതാണ്. അവരെ ഓർത്തിട്ടുമാണ് റോക്കി കരഞ്ഞത്, അല്ലാതെ റോക്കി പേടിച്ചിട്ട് കരഞ്ഞതല്ല. റോക്കി അന്നും ഇന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിട്ട് ഒറിജിനാലിറ്റിക്ക് ഓവറാക്കരുത്. ഇതാണ് നിനക്കുള്ള കുഴപ്പം. സിനിമയിലെ റോക്കി ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോഴത്തേക്ക് ആക്ഷൻ കാണിക്കും, കട്ട് പറയുമ്പോൾ കട്ടാവും. റിയൽ റോക്കിക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒന്നും വേണ്ട. ഓൾവേസ് റോക്കി ഗോയിങ് ഓൺ ആക്ഷൻ. അപ്പോൾ നിങ്ങളുടെ ഹീറോ തോറ്റുപോയെന്നാണോ? ഒരടി നടന്നാൽ ആരാദ്യം അടിച്ചു എന്നാരും ശ്രദ്ധിക്കാറില്ല. അതാരെങ്കിലും ഫേസ്ബുക്കിൽ ലൈവ് പോകുന്നുണ്ടെന്ന് ശ്രദ്ധിക്കാറുള്ളൂ. എന്റെ യോഗ്യത എന്താണെന്ന് എന്റെ CV ഉണ്ടാക്കിയ അക്ഷയിലെ ചേച്ചിക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. നീ വന്നാലും പോയാലും ഉണ്ടാ 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 ഉണ്ടാ. അയൽക്കാരായിരുന്നിട്ടും എത്ര നീണ്ട ഗ്യാപ്പിന് ശേഷം നമ്മളിങ്ങനെ ഒരേ മുറി കൂടുന്നത്. ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക്. കമ്പനിയായ ആര് കമ്പനിയായി? പോടാ, ഇതിന്റെ അകത്തായപ്പോ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇറക്കി വിട്ടേനെ. ഇവിടെ നിൽക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളെയും എടുത്തോ, ഇവിടെ നിൽക്കുന്ന ഈ രീതിയിലാണ് ഇവർക്ക് പുറത്ത് ബോയ്സ് ഗേൾസ് ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതെനിക്ക് അറിയില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. അതെനിക്ക് അറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് അതിന് പ്രശ്നം ഇല്ലെങ്കിൽ ഇപ്പൊ നീ ബോധേഡാവുന്ന എന്തിനാ? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. വൈ? ബിക്കോസ് ഞാൻ ഇവിടെ നിന്ന സമയത്തും ആദ്യത്തെ ആഴ്ചയും രണ്ടാമത്തെ ആഴ്ചയും ഞാനത് ചിന്തിച്ചിട്ടില്ല. എന്താ എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. തലയ്ക്ക് വെളിവില്ലാത്തയാണോ? മലയാളി ഓഡിയൻസ് ആണെങ്കിലും എന്റെ മൈൻഡിൽ കിടക്കുന്നത് ഇത് 2024 മാറി ചിന്തിക്കും, മാറി ചിന്തിച്ചേക്കാം എന്നുള്ള നല്ലോണം പമ്പ് ചെയ്ത് കേട്ടിട്ടുണ്ടല്ലോ. എവിടെയാ ബലിയർപ്പിക്കലേ? ഇന്ന് ഇങ്ങോട്ട് കാറ്റ് വീശാൽ നാളെ അങ്ങോട്ട് കാറ്റ് വീശുമെന്നുള്ള വിശ്വാസം. വായു വായു എയർ ഇംഗ്ലീഷ് അറിയില്ലല്ലേ? കാറ്റ്. എന്താ നാറ്റത്? ഇയാളെ കള്ളുപിടിച്ചണ്ട. ഇതാണ് ഇവിടുത്തെ കാറ്റിന്റെ കുഴപ്പം, ഒരു വൃത്തികെട്ട സ്മെല്ല്. ഞാൻ മെയിൽ ചെക്ക് ചെയ്യുവാ. മെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം, ഫീമെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം. അവസാനം ഈ സിസ്റ്റത്തില് വൈറസ് കയറാതെ നോക്കണം. തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസം. വിശ്വാസം അതല്ലേ എല്ലാം. കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാള കണ്ടപ്പടി കട്ടിപ്പൂടിടാ. ആഞ്ജനേയ സ്വാമി. ഈശ്വര,
ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പം എനിക്ക് ഇതുവരെ നിങ്ങൾ ഒരുമിച്ച് ഗെയിം കളിക്കുന്നതാരും അങ്ങനെ ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അന്ന് ആ സീൻ കാണിച്ചപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഗെയിം കളിക്കുന്നതാരും എനിക്ക് ഫീൽ ചെയ്തു. അയ്യോ കിളിക്കം. അത് മോഹൻലാലിന്റെ ഒരു പടത്തിന്റെ പേരല്ലേ? ഞാൻ പുതിയ സോപ്പ് വാങ്ങിയിട്ടുണ്ട്. ഏതാ? ലൈഫ് ബോയ്. ലൈഫ് ബോയ് എവിടെയാണ് ആരോഗ്യം? ചെറിയ മൂട് വരുമ്പോ. പിന്നെ ഞാൻ കാണുന്ന സംഭവം എന്താ വെച്ചാൽ നിങ്ങളാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കൈൻഡ് ഓഫ് രീതിയിലുള്ള സംസാരം നീ സംസാരിക്കുന്നല്ല അവൻ സംസാരിക്കുന്ന കാണുന്നുണ്ട്. അന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമാ പാട്ട് ഓർമ്മ വരികയാണ്. രമസാനിലെ ചന്ദ്രികയോ അറബി പെങ്കൊടി അയകിൻ പൂമ്പൊടി ആരിജ്. സോ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ഇതിലാണോ? അത് പറയാൻ പറ്റില്ല. അതെന്താ? അത് പറയാൻ പറ്റില്ല. അതെന്താന്ന് പറയാൻ പറ്റില്ല. ഈവൻ ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ഞങ്ങളുടെ ക്ലാരിറ്റി എന്താണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി. അമ്മയ്ക്ക് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞു മാറിപ്പോവുകയെല്ലാം ചെയ്തായിരുന്നോ? എനിക്കറിയില്ലടാ മക്കളെ, ഞാൻ സഡേഷനിലായിരുന്നു. ഇതേ നീ കുറച്ച് ദിവസം മുമ്പ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു സോൾമേറ്റ് ഉണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. അയ്യോ അൽഷിമേസ്. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ഇരിക്കുന്ന ബിജിക്കുട്ടനും ഇവിടുത്തെ മീരക്കൊച്ചും തമ്മിലേ കഴിഞ്ഞ 4 വർഷമായിട്ട് പ്രേമത്തിലായിരുന്നു. ഞാനിപ്പോ പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും എനിക്കിവിടെ കമ്മിറ്റഡ് ആവണമെങ്കിൽ ഞാൻ ആവും. പക്ഷെ മനസ്സിലൊരു ഇഷ്ടമുണ്ട്, അതിനൊരു ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നതാണ് ക്ലാരിറ്റി. ഓ ഫ്രണ്ട്ഷിപ്പ് ഈ നിറമെന്ന ചിത്രത്തിലതുപോലെ ഒരു ചിക് 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 ചിറകിൽ മനവില്ല് കുലക്കും മനസ്സേ. രണ്ടുപേരും ലോക്കപ്പി വേടാ. രണ്ടുപേരും 2 ലോക്കപ്പി കിടത്തിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ പോയി കഴിയുമ്പോൾ അവർ ഡിസ്കസ് ചെയ്യും. വൈകിട്ട് 4:40. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഥ പറഞ്ഞോളി. പിന്നെ ഒറ്റയ്ക്കാണെന്ന് വെച്ചിട്ട് ഓവറാക്കണ്ട കേട്ടോ. ഞാൻ കൺഫ്യൂസ്ഡ് അല്ല, ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. ഞാൻ ഫോക്കസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ എല്ലാ ടാസ്കും മര്യാദയ്ക്ക് ചെയ്തത്. മാർക്ക് കിട്ടാത്തതിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇയാൾക്ക് കുറെ നേരമായല്ലോ കണക്കുണ. എന്തോ ഞാനൊന്നും കേട്ടില്ല. പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. അയ്യേ എന്താ ഇത്? ഇങ്ങനെയാണോ പെണ്ണുങ്ങള്? ദേ നോക്കി, വേണമെങ്കിൽ അവന്മാർക്ക് വേണ്ടി ഞാൻ മാപ്പി വയ്ക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവന്മാരെ കൊണ്ട് മാപ്പി വയ്പ്പിക്കാം. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. എന്താ നിന്റെ വിഷമം? ബിഗ് ബോസ്, എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ലൈക്ക് പേഴ്സണൽ പറഞ്ഞ അബദ്ധാവോ എന്തോ? അത് ഉറപ്പാണല്ലോ. എന്താ പറയാൻ ഉദ്ദേശിച്ചേ? ഞാൻ കുറച്ച് കാര്യത്തിൽ ഇവർ ഈ പറയുന്ന കാര്യത്തിൽ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇവർ ഭയങ്കരമായിട്ടും ഇൻവോൾവ് ആയില്ലേ? ചെവിന്നൊരു കിളി പറന്നു പോയാ? അത് ഈ സാധനത്തിന്റെ പ്രത്യേകതയാ. എന്റെ ചെവിന്ന് പോയി 2 എണ്ണം, ഒരു ജോഡി. ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണാണ്. പോ മാറിക്കൊള്ളു. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? നോറയ്ക്ക് എന്താണ് ചോദിക്കാനുള്ളത്? എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാല്, ഒന്നുകൂടി ശ്രമിച്ചാലോ? ശരിയാ, ട്രൈ ടു ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ചൊല്ലി. ഇവരിപ്പോ പറഞ്ഞെത്തുന്നത് ഞാൻ എൻ്റെ വീട്ടുകാരെ അത്രയും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇവിടെ അല്ല വീട്ടുകാരെ പറ്റി ഞാൻ ക്യാമറാസിൽ മൊത്തം കുറ്റം പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നത്. ഞാൻ വീട്ടുകാരെ ഇന്ന് വരെ ഞാൻ കുറ്റം പറഞ്ഞ് നടന്നിട്ടില്ല. ഇതൊരു സിനിമയുടെ കഥയാണല്ലോ. ഏത് സിനിമയുടെ? ബ്ലണ്ടർ ഡാനിയൽ. സ്വാമി, ഇത് സിനിമയൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാ. ഓ സീരിയലാണല്ലേ, പറയൂ. സത്യം പറഞ്ഞ ഒരന്തം കൊന്തം ഇല്ലാത്ത പാവം കുട്ടി എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആരോടും പറയില്ല. നിനക്ക് വല്ല ഭ്രാന്തുണ്ടാ? സത്യം പറയുമ്പോ മറ്റുള്ളവർക്ക് ഭ്രാന്തായിട്ടേ തോന്നും. മതി സത്യം പറഞ്ഞത്, പോയേ. ഇതുപോലുള്ള സത്യം മേലിലൂടെ മിണ്ടി പോകരുത്. ഇതിലിപ്പോ ഞാനെന്ത് പറയാനാണ്? ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ? അങ്ങനെ പറയരുത്. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഇതെല്ലാം മുൻപൊരിക്കൽ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളതല്ലേ? കുറച്ചുകൂടി പക്വതയോടെ പെരുമാറും. കുറച്ചുകൂടി പക്വതയോടെ പെരുമാറും. എന്നെ നിർബന്ധിക്കരുത്. അതെന്താ? എനിക്കറിയില്ല.
എന്നാണ് ഈശ്വര എന്റെ സർവീസ് നന്നാവ്? ഞാൻ നന്നാവാൻ വേണ്ടി ജീവൻ ടോൺ കഴിക്കുന്നുണ്ട് ബോസ്. എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയ. ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അറിയാഞ്ഞിട്ടല്ല ഞാൻ ഈ ഒരു കൺഫ്യൂഷനിൽ വന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ അറിവ് വെച്ച് ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യൂ. അയ്യോടാ, അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ. എനിക്കറിയല്ലേ ബാബാ എന്നാ വയ്യേ. പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ പറയുമ്പോൾ എനിക്ക് തിരിച്ച് റിപ്ലൈ തരുന്ന ഞാൻ കൺഫ്യൂസ്ഡാ എന്ന് പറയുമ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് എനിക്ക് കറക്റ്റ് ബോധമുണ്ട്. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. ഒന്ന് ചോദിക്കാന്ന് കരുതി, അപ്പൊ അങ്ങനെ ഞാൻ വന്ന് ചോദിച്ചതാണ്. ഇപ്പൊ ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ ശരിക്കും എന്താണ് പ്രശ്നം? ഈ ആസനങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ ഒരാഴ്ചത്തെ ക്രാഷ് കോഴ്സിനായി ആ കൗണ്ടറിൽ 3000 റിംഗറ്റ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. എല്ലാ ക്യാമറാസിലും പോയി ഞാൻ വീട്ടുകാരെ കുറ്റം പറയുന്നു. എല്ലാ ക്യാമറാസിലും ചെന്നിട്ട് ഞാൻ വിക്ടിം കാർഡ് കളിക്കുന്നു. പിന്നെ ഞാൻ വേറെ ആളെ ഔദാര്യത്തിൽ ഞാൻ നിൽക്കുന്ന ഒരാൾ. അറിവില്ലായ്മയിൽ നിന്നും വെളിവില്ലായ്മയിൽ നിന്നുമാണ് തെറ്റുകൾ ഉണ്ടാകുന്നത്. ജീവിതം നിങ്ങളെ പോലെ വെറും ഒരു തമാശയെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല. എന്തോ വല്ലതും പറഞ്ഞു ഇഗ്നോർ ചെയ്യും വിചാരിച്ച് ഞാൻ ഇഗ്നോർ ചെയ്ത് വിടാം. കാരണം 75 ദിവസത്തിൽ ജനങ്ങൾ ഇന്ന അറിയാലോ. അപ്പൊ ഞാൻ പല കാര്യങ്ങളെയും അതുപോലെ ഇഗ്നോർ ചെയ്യൂ. ആണല്ലേ? നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ എന്താണെന്ന്? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഇവിടെ ആർക്കും നീ പറഞ്ഞ മനസ്സിലാവുന്നില്ല പറഞ്ഞാൽ അതിൻ്റെ ഇതിലേക്ക് പറയുമ്പം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ വെരി ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത്. കേട്ട് ഞാൻ മടുത്തു. ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. ദേശം മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. സത്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ല, ബിഗ് ബോസ് ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. ഇനിയെങ്കിലും കരച്ചിലൊന്നും നിർത്തേണ്ട ഹരിനാരായണ. അങ്ങോട്ട് എന്റെ തീരുമാനം പുനഃപരിശോധിക്കാൻ ഇടവരുത്തരുത്, മനസ്സിലായോ? വെറുതെ കിടന്ന് അധ്വാനിക്കാൻ ഞാൻ ഈ കോടീശ്വരൻ, തിന്നു മുടിപ്പിക്കാൻ കുറെ രാത്രി 8:30. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എനിക്ക് ഇതിന്റെ ഒരു അടിവര ഇടണം. ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണെന്ന് പറഞ്ഞിട്ട് ലവേഴ്സിന്റെ പ്രവൃത്തികൾ കാണിക്കുമ്പോൾ ബന്ധം കിട്ടുന്നു. എന്തുവാ? അത് കൊള്ളാമല്ലോ. പെട്ടെന്ന് എവിടെ നിന്നുണ്ടായി ഈ കോച്ചിങ് ക്യാമ്പ്? എടാ, നിങ്ങളെ രണ്ടുപേരെയും പറ്റി ഞാൻ ചില ന്യൂസ് ഒക്കെ കേട്ടല്ലോ. ഫ്ലാഷ് ബാക്ക്. ഞാൻ അവിടെ പ്രേമിക്കാനല്ല പോകുന്നത്, ഞാൻ ഗെയിം കളിക്കാനാണ് പോകുന്നത്. കാതിൽ എന്റെ ഒരു സംഭവമല്ല. ഓക്കെ. ദി നെക്സ്റ്റ് ഡേ. ഞാൻ എന്തായി കാണുന്നേ? ഇനി കാണപ്പോവത് നിജം. ഫ്ലാഷ് ബാക്കിന് ഒരു ഫ്ലാഷ് ബാക്കോ? ഉമ്മ അങ്ങോട്ട്, ഉമ്മ ഇങ്ങോട്ട്. എന്തോന്നടേ ഇത്? ക്ലൈമാക്സ് ആച്ചാ ഇല്ലല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? പുന്നാര സോമന സോഫി പെണ്ണും കൂടി പാവയ്ക്കത്തോട്ടത്തിലെ അല്ല, ഞാനിതെങ്ങനെ പറയും? ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി ഇരുന്ന് താമര കണ്ണൂറ എന്ന് പറഞ്ഞിട്ട് വരും. ഈ നിമിഷം നീ എവിടെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം. ഈ തണുപ്പത്ത് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നീ ഏത് കോത്താഴ്ത്തപ്പോ? ഈ തോന്നിയത്തിന് മാത്രം ഒരു കുറവുമില്ല. എന്താ പറഞ്ഞ? ഇതൊരു സ്വപ്നമാണോ എന്ന്? ഈ സമാഗമം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഒന്നില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോണം, അല്ലെങ്കിൽ ഇവൾ ഈ വീട്ടിൽ നിന്ന് പോണം. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ക്ലാരിറ്റി വരും. അപ്പൊ ഒരു തീരുമാനമായില്ലേ? ഒക്കെ മനസ്സിലായി. പക്ഷെ എനിക്കൊരു സംശയം, ഞാൻ എന്തിനാ ജനിച്ചെന്ന്? ഇതിനൊക്കെ തന്നെ. പക്ഷെ എത്ര നാള് നീ ഒരു സത്യത്തെ കള്ളമാക്കി പറഞ്ഞു? എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ നീ എന്നെ മല കയറ്റിയത്? എന്ത് സത്യത്തെ ഞാൻ കള്ളമാക്കി പറയണേ? ഞാൻ പറയാം. അത്
നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. എനിക്ക് ഇവളെ ഇഷ്ടമാണ് എന്ന് വെച്ച് ഇവളായിട്ട് റിലേഷൻഷിപ്പിലാവാനോ ഇവളെ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ല. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി, ജാസ്മിന് കിട്ടി. ഇത്രയും വലിയൊരു ചതി നിനക്ക് എങ്ങനെ അതിന് കഴിഞ്ഞു? എങ്ങനെ കഴിഞ്ഞുടാ? ജിയ ജല്ലേ ജാ ജല്ലേ മൂഞ്ചല്ലേ മൂഞ്ചിച്ചല്ലേ ജിയ ജല്ലേ. സോറി എടാ, ഒരു അറ്റംപ്റ്റ് ചീറ്റ് എന്ന് വിചാരിച്ച് നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ എന്ന് ഓർത്ത് ചെയ്തു പോയത്. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി, ജാസ്മിന് കിട്ടി. അയ്യോ കൊച്ചു കാര്യം എന്താന്ന് വെച്ചാ ആസൂനി എന്നെ പറഞ്ഞ് ചതിക്കായിരുന്നു. What was that damn climax? ബാത്റൂമിൽ ഒരു ലെറ്റർ എഴുതി വെച്ച്, അത് ലെറ്ററിൽ ഇങ്ങനെയായിരുന്നു: ജാസ്മിൻ ഗബ്രി സൂക്ഷിക്കണം, നിങ്ങളുടെ ട്രാക്ക് ക്ലിയർ അല്ല. തമ്പുരന്റെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. സത്യശീലാകണമെന്നായിരുന്നു എന്റെ മോഹം. എല്ലാവരും കൂടി എന്നെ പരീക്കുട്ടിയാക്കി കളഞ്ഞില്ലടാ. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. രാത്രി 8:30. ഈ നേരത്ത് ആരപ്പാ മോഹൻജദാരോ? എന്റെ മോളെ, നിന്നെ കാണാതെ നിന്റെ അച്ഛൻ ബ്രാൻഡി കുടിച്ച് പ്രാന്ത് പിടിച്ചിരിക്കുക. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ എന്നെ എടുത്തിട്ട് പരീക്ഷിക്കുകയാണോ? അയ്യോ കാലൻ, 100 ആയുസ. സാറിന്റെ പേര് പറഞ്ഞ് നാക്ക് പാത്തേക്ക് ഇട്ടുള്ളൂ. ആ നാക്ക് ചവിട്ടി പുറത്തേക്ക് ഇടാനാണ് ഞാൻ വന്നത്. എന്താ സാർ? ആരാ മനസ്സിലായില്ലല്ലോ. ഹാവൂ, നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ്. അച്ഛനാണത്രേ അച്ഛൻ. നോ, എനിക്ക് ഡാഡി വേണ്ട. നീ ചിരിച്ച് വർത്താനം പറയട്ടോ, അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും. നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും. വേണ്ട വേണ്ട, കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. നല്ല സ്നേഹമുള്ള ആൾക്കാരാ അവിടെ. അതുകൊണ്ട് ഞാൻ നടന്നല്ല വന്നേ, പറന്നിങ്ങോട്ട് വന്നേ. പട്ടരെ കൊണ്ട് വേറെ ഉപദ്രവൊന്നും ഇല്ലല്ലോ. സ്വപ്നം കാണുന്നുണ്ട് ധാരാളം. സ്വപ്നം ഇങ്ങനെ ധാരാളം കാണുന്നുണ്ടോ? ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുണ്ടോ? ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ, ഒരു കടും പ്രയോഗമുണ്ട്. അതോടെ അവരിവിടെ നോടും. നീ ഇതായിരിക്കണം തിരിച്ചു വരുന്നേരെ കരുത്തില്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. ഇവിടെ എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തി നിങ്ങളെ എല്ലാം കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്നെ കൈപിടിച്ച് ഞാനുണ്ടെന്ന് പറഞ്ഞ ഒരേ ഒരു മനുഷ്യനാണ്. എന്റെ മനസ്സിൽ ഇപ്പോഴും അമുക്കാണല്ലേ. ഓ അവത്ത് ഞമ്മള് കേസ് കൊടുക്കൂ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ എന്തൊരു ദുഃഖം ഉണ്ടായാലും നിനക്ക് ഇതിൽ നോക്കിക്കൂടെ? ഇതിൽ നോക്കിയിട്ട് അത്താടെ ഉമ്മാടെ ഒക്കെ മുഖങ്ങൾ കണ്ടൂടെ? അയ്യോ അത് വേണ്ട, എനിക്ക് മോലാളിനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. ഏത് മാല? ആരുടെ മാല? അമ്മയുടെ മാല. മര്യാദയ്ക്ക് മാല എന്നില്ലെങ്കിൽ നിന്നെയും കുടിച്ചോടി ഞാൻ. എന്തൊരു കഷ്ടമാണ്. അതിങ്ങോട്ട് എന്റെ പൊന്നു മോളാണ്. നല്ല മനസ്സോടെ ഒരു മോളെ. എന്നാ ആ മാലയും കഥാ. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. ഇത് ഞാൻ എടുക്കും. കണ്ട ആള് കൊള്ളാലോ. അതവിടെ നോട്ടെ, എന്തിനാ അതിന്റെ പുറത്ത് കയറണേ? എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റില്ല, തകർക്കാൻ പറ്റാത്ത വിശ്വാസം. മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്നാ നിനക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും. എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കൊണ്ടുപോകുന്നു. ഗോപാലൻ. ഞാൻ ഒറ്റപ്പെടുമ്പോ എനിക്കത് ഒറ്റപ്പെടുമ്പം ഉമ്മ ഉണ്ട്, അത്തമുണ്ട്, പൊന്നുണ്ട്,
എല്ലാരും ഉണ്ട്. എന്നാ രക്ഷപ്പെട്ട്. താഴെ വെച്ചാൽ പാമ്പ് കടിക്കും, തലയിൽ വെച്ചാൽ പൂച്ച കടിക്കും എന്ന് പറഞ്ഞ് വളർത്തിയതാണ് ഇവര്. ഉമ്മ എപ്പോഴും മോളെ കൂടെ ഉണ്ട്. ഏത് നിമിഷം നീ ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഉമ്മ മോളെടുത്ത് കിടപ്പുണ്ട്. മക്കൾ അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടാ. എന്ത് വിഷമം വന്നാലും ഉമ്മാരോട് പറയണം. ഉമ്മ അവിടെ കേൾക്കുന്നുണ്ട് 24 മണിക്കൂർ ഉമ്മ. നീ പറയാറുള്ളതാണ് ശരി, തെറ്റെന്റേതാണ്. മക്കളെ ഞാൻ അമിതമായി ലാളിച്ചു, ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തു, പാടില്ലായിരുന്നു. കിട്ടണം, നിങ്ങൾക്കിത് പോരെ ശരിക്കും. അവന്റെ ഒരു മാലയോ അല്ലെങ്കിൽ അവന്റെ ഫോട്ടോ ഇല്ല മക്കൾക്ക് വേണ്ട. മക്കളെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. പുറത്തൊരു ജീവിതമുണ്ട് മോക്ക്. മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം കെട്ടാൻ പറ്റുമെന്ന്. കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ? ഇതാ അതിന്റെ രസം അല്ലേ? അത് മണിയന്റെ ഒരു സൂക്കേടാ, തല്ല് കിട്ടാഞ്ഞിട്ടുള്ള സോക്കേടാ. ഡോക്ടർമാര് പറഞ്ഞ അസുഖത്തിന്റെ പേര് കൺസൈസ്റ്റോളജി എന്നാ. ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. ഇങ്ങനൊരു ആറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. രാവിലെ 8 മണി. ഞാൻ വിളിക്കുന്നത് ഇങ്ങനെ ഇവിടെ തുടങ്ങാമോ? രതീഷ് ഒരാഴ്ചയല്ലേ ജില്ലും കൂട്ടി കിടന്നുറങ്ങുന്നത്. അയ്യടാ ചേട്ടനല്ല, അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. അയ്യേ, ഇക്കയുടെ സൗണ്ടിന് എന്ത് പറ്റി? ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. ഇന്ന് എന്റെ ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിച്ചു, നാളെ അവൾ എന്നെ ഉമ്മ വെച്ചാലോ? ടച്ചാൻ പറ്റിയൊരു കോലം. എന്റെ കിടക്കല് എന്ത് കിടന്നാലും ഞാൻ പിടിക്കും. അത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഏരിയ മാറിയുന്നു. ഇന്ന് എന്റെ ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിച്ചു, നാളെ അവൾ എന്നെ ഉമ്മ വെച്ചാലോ? അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? ചെറുപ്പളശ്ശേരി. ചെറുപ്പളശ്ശേരി. ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു. ഈ മീശി വെച്ചിന് കരയിലട കഴുതേ, വെള്ളം വീണ് വീണ് ഇനി അത് വളരും. നിങ്ങളെല്ലാവരും ഞാൻ പെങ്ങന്മാരായിട്ടാണ്. നിങ്ങളെന്നെ കെട്ടിപ്പിടിച്ചോ, നിങ്ങളെങ്ങനെ തൊട്ടോ കുഴപ്പമില്ല. പക്ഷെ അസുഖം എനിക്ക് മനസ്സിലായി. എനിക്കിപ്പോ കുറച്ച് കുറച്ച് ഇഷ്ടം തുടങ്ങിയിട്ടുണ്ടെന്ന്. എനിക്ക് വിഷമപ്പെട്ടു ചേച്ചി. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാ പുല്ലേ. എല്ലാത്തിനും കുടുംബത്തിനെടുത്തിട്ട് വൾണറബിൾ ആക്കണ്ട. എല്ലാവർക്കും കുടുംബത്തിൽ എന്താ ബോസ് കിടന്ന് കുരയ്ക്കുന്നത്? എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഞാൻ കാണിക്കുന്നത് ബുദ്ധിപരമായടാ. ഒറ്റ കീറ് വെച്ചെന്നുണ്ടല്ലോ എന്ത് പാടെ രാവിലെ ഒരു കലബല. ഓ എനിക്കതല്ല, തലക്കോളം കയറി കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. എടാ നിനക്ക് പറ്റിയ സ്ഥലം മീൻചന്തയാ. എന്റെ അടുത്ത് മോന്ത് കുറിച്ച് നടക്കും. നിങ്ങൾ എന്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് നടക്കും. പ്രശ്നങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ വെറും മാന്യനല്ല, ലോകമാന്യനാണ്. ലോകമാന്യത്തിലൊക്കെ എന്തോ എങ്ങനെ എന്നിട്ട് ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ ഞാൻ ഈ കൈവെള്ളയിലിട്ട് അമ്മാനമാടും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. ഓരോരോ പട്ടിത്തീട്ടങ്ങളെ